ജനനം സകൃദേവ സ്യാത് മനുഷ്യസ്യ മൃതി സകൃത് അസകൃത് ജായതേ ഭൂമാൻ അനവസ്ഥിത ജീവനഃ. മനുഷ്യന് സകൃത് ജനനം ഒരിക്കൽ ജനനം, സകൃത് മൃതിഹി ഒരിക്കൽ മരണം, സ്യാത് സംഭവിക്കും. മനുഷ്യന് ഒരിക്കലേ ജനനം സംഭവിക്കുകയുള്ളൂ, ഒരിക്കലേ മരണം സംഭവിക്കുകയുള്ളൂ. ഭൂമിയില് അനവസ്ഥിത ജീവനഃ വ്യവസ്ഥയില്ലാതെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അസകൃത് മ്രിയതേ ഭീരുഃ തഥാ ചപലമാനസഃ ഏതാവുഭൗ വിവാഹാർഹൗ ന ഭവേതാം കദാചന. അസകൃത് ജായതേ അവര് വീണ്ടും വീണ്ടും ജനിക്കുന്നു. തഥാ അപ്രകാരം ചപലമാനസഃ ഭീരുഹു ചപലമാനസനായ ഭീരു അസകൃത് വീണ്ടും വീണ്ടും മ്രിയതേ മരിക്കുന്നു. അപ്പൊ നമ്മൾ ചില ആളുകള് വ്യവസ്ഥ ഇല്ലാത്തവരാണ്. ഒന്ന് പറഞ്ഞാല് അത് മാറ്റും, വ്യവസ്ഥ പാലിക്കില്ല. ചിലർ ഭയമാണ്, എന്തിനും ഭീരുക്കളാണ്. പറഞ്ഞത് നടപ്പിലാക്കാനുള്ള ധീരതയൊന്നും അവർക്കില്ല. ഇവര് പറയുന്നത് ജീവിച്ചിരിക്കവേ തന്നെ പല പ്രാവശ്യം ജനിച്ച് മരിക്കുന്നവരെ പോലെയാണ്. ധീരൻ ഒരിക്കലേ മരിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ ഭീരുക്കൾ വീണ്ടും വീണ്ടും മരിക്കുന്നു. അപ്പൊ അങ്ങനെ അവ്യവസ്ഥയുള്ള ആളുകളും ചപലമാനസരായ ഭീരുക്കളും ഈ ഭൂമിയിലുണ്ട്. ഏതൗ ഉഭൗ ഇവർ രണ്ടുപേരും കഥാചന ഒരിക്കലും വിവാഹർഹവും വിവാഹത്തിന് യോഗ്യന്മാരായി ന ഭവേതാം ഭവിക്കുന്നില്ല. അപ്പൊ വിവാഹത്തിന് യോഗ്യരല്ലാത്ത രണ്ടാളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭീരുക്കള്, ഭയമുള്ളവർ, എന്തിനും ഏതിനും ഭയമുള്ളത്. അതുപോലെ വ്യവസ്ഥയില്ലാത്തവർ, അവര് വിവാഹത്തിന് യോഗ്യരല്ല, വിവാഹം കഴിക്കാതിരിക്കുക നല്ലത്. അപ്പോ എപ്പോഴെങ്കിലും നമ്മളോടൊരു വ്യവസ്ഥ പറഞ്ഞിട്ട് ആ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവരെ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. ഇനി കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഭയാശങ്കകൾ കാണിക്കുന്ന ആളുകൾ, അവരെയും കല്യാണം കഴിക്കാതിരിക്കുക നല്ലത്. അത്തരം വ്യക്തിത്വങ്ങള് ഒരിക്കലും ശോഭനമായ ഒരു ജീവിതത്തിന് താങ്ങായി വരികയില്ല. അവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അവർ ബോധപൂർവം താൻ അവ്യവസ്ഥിതനാണെന്നും വ്യവസ്ഥയില്ലാത്തവനാണെന്നും ഭീരുവാണെന്നും ചപലനാണെന്നും തിരിച്ചറിഞ്ഞിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കണം. അപ്പം അവർക്ക് വിവാഹം വിധിച്ചിട്ടില്ല എങ്കിലും അവർ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പോയി കല്യാണം കഴിക്കും. അവർ കുറെ നുണയൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കും. എങ്ങനെയെങ്കിലും ഒരാൾ കല്യാണം കഴിക്കണമല്ലോ. എന്നിരുന്നാലും അതിലൂടെ അവർ വലിയൊരു പാപം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം അവർ നശിപ്പിക്കുന്നു. അത് വലിയ പാപമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഗുരു പറയുന്നു. അപ്പൊ ചപലന്മാരും ഭീരുക്കളും വ്യവസ്ഥയില്ലാത്തവരും കല്യാണത്തിന് വിവാഹത്തിന് യോഗ്യന്മാരേ അല്ല.